വാലിബൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഭയങ്കര സ്ട്രക്ചർ ഇല്ലാതെ പോലെ തോന്നി, എന്തൊക്കെയോ കാണിക്കുന്ന പോലെ തോന്നി, കൊള്ളത്തില്ല. അല്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും, എന്റെ പേഴ്സണലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട്, കുറച്ച് സമയമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടൂല, എനിക്ക് ചോദിച്ചാൽ തോന്നുന്നില്ല. അതിന് എല്ലാവർക്കും വർക്ക് ആവത്തില്ല, അങ്ങനത്തെ ഒരു സ്ലോ പേസ്ഡ് പടമാണ്, അതുകൊണ്ടാണ്. മേക്കിംഗ് ഒക്കെ ഭയങ്കര നൈസാണ്, അപ്പൊ ആ ഫ്രെയിംസും അതൊക്കെ നൈസാണ്. ഇഷ്ടപ്പെട്ടു. മാസ് പടം പ്രതീക്ഷിച്ച് ടിനു പാപ്പച്ചന്റെ ബിൽഡപ്പ് ഒന്നും പ്രതീക്ഷിച്ച് ആരും പോയല്. പക്ക ലിജോ ഒരു രീതിയിലും ചേഞ്ച് ചെയ്യാത്ത ലിജോയുടെ രീതിയിലുള്ള ഒരു പ്യുവർ വെസ്റ്റേൺ ഒരു പടമാണ്. ഒരു കോമിക് ബുക്ക് പോലെ, ലിജോ പറഞ്ഞ പോലെ ഒരു അമർചിത്ര കഥ ബുക്ക് വായിക്കണ പോലത്തെ കോമിക്കൽ ഫ്രെയിംസ് ആണ് എല്ലാ പടം. ഇപ്പൊ ചിലപ്പം ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം, പക്ഷെ ചിലപ്പം ആൾക്കാർക്ക് കുറെ കഴിയുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. സംഭവം വർക്കാണ്, പക്ഷെ എന്നാലും കുറച്ച് പോരായ്മകളുണ്ട്. കിടിലമെന്ന് മനസ്സറിഞ്ഞ് പറയാൻ പറ്റുന്നില്ല. കൊള്ളാം, നല്ല പടം. ഇപ്പൊ സ്ലോ ആണ്, കുഴപ്പമില്ല. പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലൊക്കെ മൊത്തത്തിൽ കൊള്ളാം. പടം ജിയുടെ പടം, പുള്ളിയുടെ തന്നെ ആർക്കും ഒരു വലിയ ഇതൊന്നുമില്ല. മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം പുള്ളിയുടെ ഒരു ഇതാണ്. വിഷ്വൽ നല്ല സൂപ്പറാണ്, തിയേറ്ററിൽ തന്നെ കാണണം. അതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്, பட் ஒன் டைம் பார்க்கலாம். லாலேட்டனுக்காக பார்க்கலாம். ஒருத்தருக்கு மேக்கிங் வீடியோ, அந்த சினிமோட்டோகிராஃபி, விஷுவல்ஸு അതങ്ങനെ കുറച്ച് நல்லா இருந்து பார்க்க ரசம் உண்டு. ஸ்டோரி கனெக்ட் ஆகல. செகண்ட் பார்ட் வந்தா இன்னும் கொஞ்சம் தெரியும் நினைக்குது. லாலேட்டனுக்காக வரும். പടം പറഞ്ഞ കുഴപ്പമില്ല, അത് കണ്ടോണ്ടിരിക്കാം. പ്രതീക്ഷ പോലെ ഇല്ല, ഫുള്ളും അങ്ങനെ ഇരിക്കാം, ഒരു ആർട്ട് മൂവി പോലെ ഇരിക്കും. മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസ് മാത്രം കൊള്ളാം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബോറാണ്, ഞാൻ പകുതിയും ഉറങ്ങുകയാണ് ചെയ്യേണ്ടത്. ആവറേജ് ആണ്, ഒട്ടും കൊള്ളൂല്ല എന്ന് പറയാൻ പറ്റില്ല. മോഹൻലാലിലേക്ക് വേണ്ടി കാണാം. KGF മറ്റേ ബാഹുബലി ഒന്നുമല്ല, ഇത് കിംബി ഡക്കുവിന്റെ ഒക്കെ പോലത്തെ ഒരു ലോക ക്ലാസിക് എന്ന് ഇന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മലയാളികൾക്ക് ഇതൊരു വിദേശ സിനിമയാണെങ്കിൽ ഒരു 1000-2000 കോടി ചിലപ്പോൾ മുടക്കിയതിന്, ഒരു 10,000 കോടിയുടെ ക്വാളിറ്റി ഈ സിനിമയ്ക്കുണ്ട്. ഇത് മലയാളികൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഇതൊരു സാധാരണ ഒരു കൊമേഴ്സ്യൽ സിനിമയല്ല, ഇതൊരു ക്ലാസിക്കാണ്, ക്ലാസിക്. അതിന്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. പ്രൗഡ് ഓഫ് യു മൈ ഡിയർ ലിജോ മോഹൻലാൽ. നമുക്കറിയാം, മണ്ണിനും പെണ്ണിനും വേണ്ടിയായിരുന്നു എല്ലാ യുദ്ധങ്ങളും എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഒരു സിനിമ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു കാലത്ത് എന്ന് പറയുന്നു എന്നൊക്കെ ഉള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പം ഇതിൽ മൊത്തം സംഗീതം, പിള്ളയുടെ സംഗീതം, അങ്ങനെയല്ല മൊത്തത്തിൽ ഓവറോൾ തീർച്ചയായിട്ടും ലിജോയുടെ ഒരു മറ്റൊരു മാസ് പടം എന്നുള്ള രീതിയിൽ സ്വീകരിക്കപ്പെടും. മോഹൻലാൽ വാസ് വണ്ടർഫുൾ. ഹി വാസ് ഗ്രേറ്റ്, ടെക്നിക്കലി വാസ് ഗുഡ്. പക്ഷെ ഡയറക്ടറിന്റെ ഭാഗത്ത് വീഴ്ച. കാരണം ആ സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരുപാട് നന്നാക്കാൻ പറ്റിയ സീൻസ്, എലിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തൊക്കെ ലിജോ സ്പേഷ്യൽ പടമാണ്, പക്ഷെ പുതിയ ആദ്യത്തെ പടങ്ങളുള്ള അത്രയും പോലും ഇതിന് കാണിച്ചിട്ടില്ല. ഈവൻ നായകനായാലും ആമേനായാലും കുറച്ചും കൂടെ നന്നാകും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും ബെറ്റർ ആക്കായിരുന്നു. മ്യൂസിക് അങ്ങനെയൊന്നുമല്ല, പുള്ളി എന്ത് പടം എടുക്കുന്നത് പുള്ളി പറഞ്ഞിരുന്നു. പക്ഷെ ഇതിൽ നന്നാക്കാൻ പറ്റിയ പല മേഖലകളും പല സീൻസും ഉണ്ടെന്ന്, അത് പുള്ളി വിട്ടുപോയി. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, നല്ല കഥയായിരുന്നു, വളരെ നല്ല കഥ. പക്ഷെ അത് ഇപ്പോ ഞാൻ രാജമൗലി പറയുന്നത്, പക്ഷെ പുള്ളിയല്ല. ഇവിടെ ഫസ്റ്റ് ചെയ്ത ലിജോ പളശ്ശേരി കണ്ട പടം കണ്ടാൽ മതി, അതിൽ ഇതിനൊക്കെ നല്ല മൂവ്മെന്റ്സ് ഉണ്ട്, അത് പുള്ളി ക്രിയേറ്റ് ചെയ്തില്ല.